ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ST പ്രൊമോട്ടർ വിളിച്ചതുപോലെ പട്ടികജാതി വികസന വകുപ്പിൽ SC പ്രൊമോട്ടർ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൊമോട്ടർ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. പട്ടികജാതി വികസന വകുപ്പിൻ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുകളിൽ പ്രൊമോട്ടറായി നിയമിക്കപ്പെടുന്നതിന് അർഹരായ പട്ടികജാതിയിൽപ്പെട്ട യുവതീ യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. SCക്കാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, അത് ST പ്രൊമോട്ടർ, അത് STക്കാർക്ക് മാത്രമുള്ളതായിരുന്നു. ഇത് SCക്കാർക്ക് മാത്രമുള്ളതാണ്. ഇവർക്കുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളതായിരിക്കണം. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. പ്രായപരിധി 18 മുതൽ 30 വയസ്സുവരെ. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലേക്ക് നിയമിക്കുന്നതിനായി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ യോഗ്യരായ അപേക്ഷകർ ഇല്ലെങ്കിൽ സമീപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരെ പ്രൊമോട്ടർമാരായി നിയമിക്കുന്നതിന് പരിഗണിക്കുന്നതാണ്. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്ന് ചോദിച്ചാൽ എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. പ്രൊമോട്ടറായി നിയമിക്കപ്പെടുന്നവർക്ക് സ്ഥിര നിയമനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല, താൽക്കാലിക നിയമനമായിരിക്കും. മുൻപ് പ്രൊമോട്ടർമാരായി പ്രവർത്തിക്കുകയും അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിടുകയും ചെയ്തവരുടെ അപേക്ഷകൾ വീണ്ടും പരിഗണിക്കുന്നതല്ല. അപ്പൊ താല്പര്യമുള്ളവര് നിശ്ചിത മാതൃക കാണിക്കാം. ആ മാതൃകയിലുള്ള അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നുള്ള റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം 28 ആണ്. ഇതിനു മുൻപായിട്ട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർമാർക്ക് നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങളും അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുകൾ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഫെബ്രുവരി മാസം 28 ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിനു മുൻപായിട്ട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് അപേക്ഷ നൽകേണ്ടതാണ്. അപ്പൊ അപേക്ഷാ ഫോറം ഇതിന്റെ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രിന്റ് ചെയ്ത് എടുക്കാവുന്നതാണ്, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിലാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ളത്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നവരായിരിക്കും എല്ലാവരും. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. SC വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്നതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടൻ തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 20 KS എക്സാമിന് വേണ്ടിയിട്ട് ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. ഇതിൽ വിന്നേഴ്സ് ആവുന്ന 50 ലക്കി പാർട്ടിസിപ്പൻസിന് അമേസിംഗ് പ്രൈസസ് ആണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഫെബ്രുവരി 19 ഒരു 90 ഡേയ്സ് ബാച്ച് കോഴ്സ് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സും ഇനി പറയുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ള കോഴ്സുകളും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് 150 ഡേയ്സ് ബാച്ച് കോഴ്സ് ഫെബ്രുവരി 24 സ്റ്റാർട്ട് ആവുന്നുണ്ട്. കൂടാതെ KS എക്സാം, പ്രിലിംസ് ആൻഡ് മെയിൻസ് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 180 ഡേയ്സ് ബാച്ച് കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. SCRT ഫുള്ളി ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബെഫ്കോ, LD എക്സാം, CO, CPO എക്സാം, അങ്ങനെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് അവൈലബിൾ ആണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റുകളും മറ്റു ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീണ്ടും കാണാം. താങ്ക്